നമസ്കാരം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിയിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രകടമായി തുടങ്ങും. പല അനുഗ്രഹങ്ങളും അവർക്ക് വ്യക്തമായി തുടങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. വേദനകൾ നിറഞ്ഞ നിങ്ങൾക്ക് ഒരു തരത്തിലും സഹിക്കാനോ അല്ലെങ്കിൽ പൊറുക്കാനോ സാധിക്കാത്ത രീതിയിലുള്ള സങ്കടങ്ങളിലൂടെ വിഷമതകളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ആശ്രയം ഭഗവാൻ മാത്രമാണ് എന്നതാണ് വാസ്തവം. പ്രാർത്ഥനയ്ക്ക്, ഭഗവാനുള്ള ആരാധനയ്ക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഒരു പക്ഷേ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഏതെങ്കിലും ഒരു കാര്യം ലഭിക്കാതെ വന്നാലോ, വിലപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടതിനാലോ സങ്കടം, നീതി എന്നിവ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു നീതി ലഭിക്കുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ നിങ്ങൾ മുന്നേറുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായും ചില കാര്യങ്ങൾ ജീവിതത്തിൽ സഫലമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളുടെ മോശം അവസ്ഥയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലരും നിങ്ങളെ കൈവിട്ടിരിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല പലരും നിങ്ങളോട് പെരുമാറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും ലഭിക്കാത്തതായ സാഹചര്യവുമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും അവരിൽ നിന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പ്രധാനപ്പെട്ടതായ സമയങ്ങളിൽ അവരും കൈവിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ മാറ്റം, ഒരു നീതി ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാം. മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകളെ, ശക്തികളെ പലപ്പോഴും വില കുറച്ച് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളെ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ശക്തരാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏത് സാഹചര്യത്തിലും ഏത് വെല്ലുവിളികളും മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അപ്രകാരം ഒരു വിശ്വാസമുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഗുണം ചെയ്യും. ഭയം, വെല്ലുവിളികൾ തുടങ്ങിയ കാര്യങ്ങളെ തരണം ചെയ്ത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധിപരമായും സത്യസന്ധമായും നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. എത്ര തന്നെ പിന്തിരിപ്പിക്കുവാൻ മറ്റുള്ളവർ ശ്രമിച്ചാലും അവിടെ പതറാതെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായും ആരോഗ്യപരമായും ഉള്ളതിനാൽ തന്നെ മാനസികപരമായ സമ്മർദ്ദങ്ങൾ വളരെയധികം അനുഭവിച്ചു പോരുന്ന വ്യക്തികളായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. വീണ്ടും പല വിധത്തിലുള്ള വെല്ലുവിളികൾ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ പൂർവാധികം ശക്തിയോടെ അവയെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും എന്നതാണ് വാസ്തവം. ഇരുളടഞ്ഞ വഴികളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഭഗവാൻ നിങ്ങൾക്ക് ഒരു പ്രകാശമായി നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. എല്ലാ തടസ്സങ്ങൾക്കും വിഷമതകൾക്കും ചില പരിഹാരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഭാരമേറിയ കാര്യങ്ങൾ, വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. വളരെയധികം പ്രയാസങ്ങൾ
പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഇപ്പോഴത്തെ കഷ്ടപ്പാട് വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ മുന്നേറാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. പല കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ മറ്റുള്ളവർക്ക് തോൽപ്പിക്കുവാൻ സാധിക്കുന്നതല്ല. ഒരു പരാജയം സംഭവിച്ചാൽ, തിരിച്ചടി ലഭിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് തളർന്നിരിക്കുവാൻ പാടുള്ളതല്ല. അതിന് നിങ്ങൾ തയ്യാറാകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പല സമയങ്ങളിലും അത്തരത്തിൽ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പറന്നുയരുവാനായി നിങ്ങൾ വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. വിശ്വാസം നിങ്ങൾക്ക് വളരെ വലുതായി ഉണ്ടാകേണ്ട സമയമാണ് എന്ന് പറയാം. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആവേശകരമായ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കും എന്ന കാര്യം ഓർക്കുക. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ വിചാരിച്ച ഫലം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നിങ്ങളിലേക്ക് അത്തരത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും. നടക്കില്ല എന്ന് കരുതിയതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. നിർത്തിവച്ചിട്ടുള്ളതായ പല കാര്യങ്ങളുണ്ടാകാം. അത്തരം ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. മുടങ്ങിപ്പോയതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. ഉറച്ചതായ തീരുമാനങ്ങൾ കഠിനമായ പ്രയത്നത്താൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. മോശം സാഹചര്യം നിങ്ങളെ കൂടുതൽ ശക്തരാക്കുവാൻ വേണ്ടിയാണ് എന്ന കാര്യവും ഓർക്കണം. ഈ സമയം പ്രശ്നങ്ങൾ മറികടക്കുവാൻ ആത്മീയപരമായ പാത നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതും അനിവാര്യമാണ്. ഈ സമയം ഭഗവാനോടുള്ള പ്രാർത്ഥന അത് മുടക്കം കൂടാതെ നടത്തേണ്ടത് അനിവാര്യമാണ്. ഈ സമയം തീർത്ഥാടന യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കുളിർമ നൽകുന്നതായ കാര്യങ്ങളായി മാറും. പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന പദവി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമായി തന്നെ മാറാം. ആഘോഷ പരിപാടികളിൽ പോലും പങ്കെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളായി മാറാം. ചില വ്യക്തികൾ വഞ്ചിച്ചു, ചതിച്ചു എന്നൊരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു വിഷമം നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ചില തിരിച്ചടികളോ പ്രയാസങ്ങളോ വിഷമതകളോ നേരിട്ടതിൻ്റെ ആ ഒരു വിഷമം നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാകാം. അതിനാൽ തന്നെ ആരെ വിശ്വസിക്കണം, അത്തരം കാര്യങ്ങളിൽ പോലും ഒരു സംശയം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. തെറ്റായ തീരുമാനങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അത് മറ്റുള്ളവരുടെ പ്രേരണയാൽ പോലും എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുമാകാം. അത്തരത്തിൽ ചില വിഷമതകളും നിങ്ങൾക്കുണ്ട്. നടക്കില്ല എന്ന് മനസ്സ് പറയുന്നതായ ചില കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ധനനഷ്ടങ്ങൾ പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നിങ്ങളെ പലപ്പോഴും വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതായത് നിങ്ങളെ പലരും പറ്റിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇത്തരം വ്യക്തികൾ ആരാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അവരോട് അല്പം അകലം പാലിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായി തീരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കാവുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ പോലും ഭഗവാൻ നിങ്ങൾക്ക് നൽകാം. ചില വ്യക്തികൾ ജീവിതത്തിന്റെ ഭാഗമാകാം. അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലുകൾ നിങ്ങൾക്ക് ഭാഗ്യമായി മാറാം. സാമ്പത്തിക പ്രയാസങ്ങളിൽ പോലും നിങ്ങൾക്ക് ഈ സമയം അല്പം ശോഭിക്കുവാനുള്ള അവസരം തന്നെയാണ് ഭഗവാൻ നൽകുക. ഈ സമയം പോസിറ്റീവായ ഊർജം നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ നീങ്ങുക.